പീറ്റർ പാർക്കർ അഥവാ സ്പൈഡർമാൻ നേരത്തെ കുറെ സ്മഗേഴ്സിന്റെ പക്കൽ നിന്ന് രക്ഷപ്പെടുത്തിയ ഹാരി ഓസ്ബോൺ എന്ന പയ്യൻ തന്റെ മകനാണെന്ന് നോർമൻ ഓസ്ബോൺ പറയുന്നു. ശരിക്കും അന്ന് തൊട്ട് സ്പൈഡർമാൻ ആരാണെന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിലായിരുന്നു നോർമൻ ഓസ്ബോൺ. ഒരു ഹോം മെയ്ഡ് സ്യൂട്ടും ഡ്യൂറബിൾ ആയിട്ടുള്ള വെബ് ഫ്ലൂയിഡുകളും മാത്രമല്ല വെബ് ഫ്ലൂയിഡ് പുറത്തേക്ക് വിടുന്ന മെക്കാനിസവും ഇതെല്ലാം കണ്ടപ്പോൾ അന്ന് തൊട്ട് അന്വേഷണം ആരംഭിച്ച നോർമൻ ഓസ്ബോൺ എത്തപ്പെട്ടത് വളരെ ഇന്റലിജന്റ് ആയ 4 കുട്ടികളിലേക്കാണ്. അമേഡിയസ് ചോ, ആശ, ജീൻ ഫോക്കൽട്ട്, പിന്നെ പീറ്റർ പാർക്കർ. സോ അങ്ങനെയാണ് ഈ 4 പേരെയും അദ്ദേഹം തന്റെ കമ്പനിയായ ഓസ്കോർപ്പിലേക്ക് ഇന്റേൺഷിപ്പിനായിട്ട് ക്ഷണിച്ചത്. തന്റെ മകന്റെ ജീവൻ രക്ഷിച്ചതിന് പ്രത്യുപകാരമായിട്ട് താൻ എന്ത് ചെയ്തു കൊടുക്കാമെന്ന് നോർമൻ ഓസ്ബോൺ പീറ്റർ പാർക്കറിനോട് പറയുന്നു. അതായത് സ്പൈഡർമാന് ഒരു അപ്ഗ്രേഡഡ് സ്യൂട്ടും മാത്രമല്ല അതിൽ നൈറ്റ് വിഷനും ഇലക്ട്രിക് ഷോക്കും പോലീസ് സ്കാനറും എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള GPS സിസ്റ്റവും ഒരു ഡ്രോണും ആഡ് ചെയ്യാമെന്നും നോർമൻ ഓസ്ബോൺ പറയുന്നു. എന്നാൽ പീറ്റർ പാർക്കറിന് എല്ലാം ഒറ്റയ്ക്ക് ചെയ്യുന്നതാണ് താല്പര്യം. തന്റെ സ്പൈഡർമാൻ എന്ന ഐഡന്റിറ്റി കാരണം നോർമൻ ഓസ്ബോണെയോ തനിക്ക് പ്രിയപ്പെട്ട മറ്റുള്ളവരെയോ അപകടത്തിലാക്കാൻ അവൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നോർമൻ ഓസ്ബോണിന്റെ ഓഫറുകളെല്ലാം നിരസിക്കാൻ പീറ്റർ പാർക്കർ തീരുമാനിക്കുന്നു. എന്തിനേറെ പറയണം, ഓസ്കോർപ്പിലെ ഇന്റേൺഷിപ്പ് പോലും നിർത്തിയാലോ എന്ന് അവൻ തീരുമാനിക്കുന്നു.